ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഫുൾ ഇലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ ഫ്ലെയറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ പ്ലാസോ പാൻറ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തേക്കുന്നത്. ഇത് 3 മീറ്റർ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 മീറ്ററിൽ പ്ലാസോ പാൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ ലെങ്ത്ത് വൈസാണ് ഫോൾഡ് ചെയ്തിടുന്നത്. വിഡ്ത്ത് വൈസ് നമുക്ക് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻ നോക്കണം. ഡിസൈൻ നോക്കിയിട്ടും അതിൻ്റെ വിഡ്ത്ത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ക്ലോത്ത് ഇങ്ങനെ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ഓപ്പൺ വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് എനിക്ക് വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്തിടാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ 34 ഇഞ്ച് വിഡ്ത്തേ ഉള്ളൂ. അപ്പോൾ ലെങ്ത്ത് ആണെങ്കിൽ നമുക്ക് 57 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് 57 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് നോർമൽ നമ്മൾ 2 മീറ്റർ ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ ക്ലോത്ത് എങ്ങനെയാണ് ഇടുന്നതെന്ന് പറയാം. ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഹിപ്പ് എത്രയാണോ ഹിപ്പിൽ നിന്നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ ലെങ്ത്ത് വൈസാണ് ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് 34 ഉള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ഇതിൽ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഇത് 2 മീറ്റർ ക്ലോത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ക്ലോത്തിൽ എങ്ങനെ ഇടണമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഹിപ്പ് ഡിവൈഡ് ബൈ 4 + 6 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അങ്ങനെ വേണം ക്ലോത്ത് ഫോൾഡ് ചെയ്തിടാൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ഇപ്പം 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹിപ്പ് വരുന്നത് 42 ആണ് വരുന്നത്. 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 ആണ്. + 6 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പം 16.5 കറക്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓപ്പൺ വശം ഓപ്പോസിറ്റ് സൈഡിലും ഫോൾഡ് വശം എൻ്റെ സൈഡിലേക്കുമാണ് ഞാൻ ക്ലോത്ത് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. മുകളിൽ നിന്നും ഒരു 1.5 മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇലാസ്റ്റിക്കിൻ്റെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് 1.5 മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 1.5 മാർക്ക് ചെയ്യുക. അപ്പോൾ 1.5ൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ 2.5. അപ്പോൾ 1/2 ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ എത്രയാണോ വിഡ്ത്ത് അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് മാർക്ക് ചെയ്താൽ മതി. ഇനി ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക്കിന് മാർക്ക് ചെയ്ത് ആ ലൈനിൽ നിന്നും താഴേക്ക് വേണം മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റിൽ ഫുൾ ലെങ്ത് വരുന്നത് 38 ആണ്. അപ്പോൾ 38 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും ഒരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ചെറിയ ഫോൾഡിങ് മതി എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഇഞ്ചിലും മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ വേസ്റ്റിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പ് മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഹിപ്പ് എൻ്റെ 42 ആണ്. 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് 4 കൊണ്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ 42 ഡിവൈഡ് ബൈ 4 10.5 ആണ് കിട്ടുന്നത്. അതിൽ നിന്നും ഒരു 1.5 എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസിലാണ് ക്ലോത്ത് ഇടുന്നതെങ്കിൽ ഒരു 2 ഇഞ്ച് 2.5 അങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്നും നമ്മുടെ ക്രോച്ച് ലെങ്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ എത്രയാണോ നമ്മുടെ ഹിപ്പ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. + 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റിൽ ഹിപ്പ് റൗണ്ട് 42 ആണ്. 42 ഡിവൈഡ് ബൈ 4 10.5 + 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 14.5ലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ ക്രോച്ച് ഏരിയ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ക്രോച്ച് ലെങ്ത് കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ ഫോൾഡ് സൈഡിൽ നമ്മുടെ സൈഡിലെ ഒരു ക്രോച്ചിൻ്റെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ 14.5 ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുകളിൽ എത്രയാണോ ഹിപ്പ് റൗണ്ട് എടുത്തത് അതിൻ്റെ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പം മുകളിൽ ഞാൻ 12 ആണ് എടുത്തത്. 1.5 എക്സ്ട്രാ എടുത്തിട്ട് 12 എടുത്തു. ഇവിടെ നമ്മൾ 13 എടുക്കുക. അപ്പോൾ 13ഉം നമ്മൾ ഈ 12ഉം കൂടി ഒരു മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്രോച്ച് ലെങ്തിൻ്റെ ഇതുപോലെ ഒരു ചരിച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ അത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ക്രോച്ച് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ നിന്നും നമ്മളൊരു 3 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്തെടുക്കുക. അപ്പോൾ 40 to 49 വരെയുള്ളവർക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. 50+ ആണെങ്കിൽ ഒരു 3.75 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഹിപ്പ് റൗണ്ട് 40ൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുതൽ 3 വരെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണോ നമ്മൾക്ക് കംഫർട്ടബിൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ചിൻ്റെ കർവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹിപ്പ് റൗണ്ടും അതുപോലെ തന്നെ ക്രോച്ചിൻ്റെ ലെങ്തിൻ്റെ അവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 പോയിൻറ്റിൻ്റെയും കൂടെ സെൻറ്റർ ഒന്നുകൂടി മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്നും ഈ ക്രോച്ചിൻ്റെ നമ്മൾ എത്രയാണോ വിട്ട് കൊടുത്തത്, അപ്പോൾ ഒരു 3 ഇഞ്ചിലാണ് കൊടുത്തത്, അതിലേക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് കർവ് വരയ്ക്കരുത്. അങ്ങനെ ഡീപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോച്ചിൻ്റെ അവിടെ ഒരു പിടുത്തം വരും. അതുകൊണ്ട് ചെറുതായിട്ടൊരു കർവ് കൊടുത്താൽ മതി. അങ്ങനെ ഇത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയർ എത്രയാണോ അത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്ലെയർ എടുക്കുന്നത് നമ്മൾ ഫുൾ ലെങ്തിൻ്റെ അവിടെ നിന്നും നമ്മൾ 38 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരുന്നു. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് അവിടെ നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ എത്രയാണോ നമുക്ക് വിട്ട് വരുന്നത് അതാണ് താഴെ ഫ്ലെയർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 13ലാണ് ഞാനൊരു മാർക്കിംഗ് ചെയ്തെടുത്തത്. അപ്പോൾ ആ 13 തന്നെ ഞാനിവിടെ ഫ്ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയും ഫ്ലെയർ വീതി വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കുറച്ചെടുക്കാം, ഇല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ 13 തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സും ക്രോച്ചിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ നിന്നും താഴെ നമ്മൾ ഈ ഫ്ലെയറിന് മാർക്ക് ചെയ്ത് അതിലേക്ക് ഒരു ഷേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാനിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് പറയാം. അപ്പം മുകളിൽ നിന്നും 1.5 മാർക്കിംഗ് ചെയ്തിരുന്നു. എന്നിട്ട് ആ ലൈനിൽ നിന്നും ഫുൾ ലെങ്ത് 38 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തു. ഇനി ഹിപ്പ് റൗണ്ട് 10.5 പ്ലസ് 1.5 ഇഞ്ച് എക്സ്ട്രാ, അപ്പോൾ 12 ആണ് അവിടെ വന്നത്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്താണ് വേണ്ടത്. അപ്പോൾ ക്രോച്ചിൻ്റെ ലെങ്ത് എടുത്തത് ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 4 ഇഞ്ച് എക്സ്ട്രാ ആണ് എടുത്തത്. അപ്പോൾ 14.5. അപ്പം ഇനി നമ്മൾ പിന്നെ അവിടെ നിന്ന് മുകളിൽ ഹിപ്പ് റൗണ്ട് 12 ആണ് എടുത്തത്. അപ്പോൾ ക്രോച്ചിൻ്റെ അവിടെ 13ൽ മാർക്കിംഗ് ചെയ്തിട്ടാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്തെടുത്തത്. പിന്നെ ക്രോച്ച് വിഡ്ത്താണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു കർവ് വരച്ചു കൊടുത്തു. താഴെ നമ്മൾ ഈ സെയിം നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നിന്നും എത്രയാണോ നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ വിട്ട് വന്ന ഫ്ലെയർ അത്രയും തന്നെ എടുത്തു. അതിനുശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ 2 പീസ് നമ്മളിപ്പം ഫോൾഡ് വശത്ത് മാർക്കിംഗ് ചെയ്തതുകൊണ്ട് ഇതിപ്പോൾ ജോയിൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ജോയിൻ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഈ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ടുള്ള ഈ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിലൊരു പ്ലാസോ പാൻറ്റ് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്രോച്ച് ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്തതിന് ശേഷം 2 സൈഡിലും ക്രോച്ച് ലെങ്ത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മുകളിൽ നിന്നും തുടങ്ങുക. ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മുടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിൽ നിന്നും 2 സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ക്രോച്ച് ഏരിയ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ നിന്നും ഒന്ന് പിടിക്കുക, സെൻറ്ററിൽ നിന്നൊന്ന് പിടിക്കുക, പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടം സൈഡാണ്. അപ്പോൾ ബോട്ടം സൈഡിൽ ഞാനിപ്പോൾ ഒരു 2 ഇഞ്ചിലാണ് മാർക്കിംഗ് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾ എത്രയാണോ മാർക്കിംഗ് ചെയ്ത് അത്രയും ഇതുപോലെയൊന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 2 ഇഞ്ചിലായതുകൊണ്ട് 1 ഇഞ്ച് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ 2 ഇഞ്ചിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഭാഗത്ത് 2 കാലിൻ്റെ സൈഡിലും
ഇതുപോലെ 2 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ചിലൊന്ന് ആദ്യം ഫോൾഡ് ചെയ്യുക, അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അപ്പം നമുക്ക് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലം ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാലിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കാലിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ആദ്യം 1 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യണമെങ്കിൽ 1/2 ഇഞ്ചിൽ ആദ്യം മാർക്ക് ചെയ്യുക, പിന്നെ ഒന്നുകൂടി 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ലോണം അയൺ ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ കാലിൻ്റെ 2 ഭാഗവും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബെൽറ്റാണ് ഇടേണ്ടത്, ഇലാസ്റ്റിക്കാണ് ഇടേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1/2 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, ഇതുപോലെ വീഡിയോ കാണിക്കുന്ന പോലെ. അതിനുശേഷം അതൊന്ന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇടാം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ തന്നെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്നും ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് വേണം നമ്മൾ ഇതുപോലെ മൈനസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് എത്രയാണോ വേസ്റ്റ് മെഷർമെൻറ്റ് അതിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 36 ആണ്. അതിനെ 4 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 32 ഇഞ്ചിലൊരു ഇലാസ്റ്റിക്കാണ് ഞാനിപ്പോൾ എടുത്തത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു 3-4 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇലാസ്റ്റിക് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ ബോട്ടം എടുക്കുക. ബോട്ടമിൻ്റെ നമ്മൾ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരുന്നു. ആ 1/2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ക്രോച്ചിൻ്റെ ആ ഭാഗത്തായിട്ട് ആദ്യം ഒന്ന് വയ്ക്കുക ഇലാസ്റ്റിക്. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ നമുക്കിതിന് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇലാസ്റ്റിക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇലാസ്റ്റിക് വലിച്ചു കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പല രീതിയിലും ഇലാസ്റ്റിക് ഇടാൻ പറ്റും. പക്ഷേ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഈക്വലായിട്ട് എല്ലാ സൈഡിലും ഫ്രിൽസ് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാ സൈഡിലും ഈക്വലായിട്ട് ഫ്രിൽസ് വരുന്ന വിധത്തിൽ ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ഇലാസ്റ്റിക് ഫോൾഡൊന്നും ആവാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ വീതി കൂടുതലുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ ഇതുപോലെ സെൻട്രൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ കോർണർ കൂടി ഒരു സ്റ്റിച്ചും കൂടിയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 1 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇലാസ്റ്റിക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്ത് നമ്മുടെ സൈഡാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബോട്ടമിൻ്റെ സൈഡിൽ 2 സൈഡും ഈക്വലായിട്ടൊന്ന് പിടിക്കുക. ഈക്വലായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് താഴത്തുനിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നമ്മൾ അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാസോൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ ക്രോച്ചിൻ്റെ ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അത് ക്രോച്ച് രണ്ടും ഈക്വലായിട്ടൊന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനും 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട്, അപ്പോൾ 2 സൈഡിലും ഇലാസ്റ്റിക്കും ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാസോ പാൻറ്റാണിത്. അപ്പോൾ ഞാനിത് സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സൈഡിലും ഇലാസ്റ്റിക്, അതുപോലെ തന്നെ നോർമൽ ഫ്ലെയറിലുമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റിൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.